നിങ്ങൾ ആരെങ്കിലും മുരിങ്ങപ്പൂ വറവ് ട്രൈ ആക്കിയിട്ടുണ്ടാവും? ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വേണ്ട. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മുരിങ്ങപ്പൂ, കുറച്ച് ഉള്ളി മുറിച്ചതും കൂടി ഉണ്ടെങ്കിൽ സാധനം സെറ്റാവും. ആദ്യം നമ്മൾ എന്താക്കണമെന്ന് വെച്ചാൽ കുറച്ച് എണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക. നല്ല പോലെ പൊട്ടിയിട്ട് വരുമ്പോൾ കുറച്ച് ഉള്ളി എടുത്തിടുക. ഉള്ളി എടുത്തിട്ട് കുറച്ച് ഉപ്പും വെതറിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉള്ളി മൂത്തിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലും ഇട്ടിട്ട് പിന്നെ ഇളക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച മുരിങ്ങപ്പൂവില്ലേ അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉച്ചക്ക് വേറെയും കറി ആക്കുന്നുണ്ട്. കുറച്ച് അടുക്കള കുറച്ച് വൃത്തികേടായിപ്പോയി. എന്നാലും നിങ്ങൾ അതൊന്നും കറിയാക്കണ്ട. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. നല്ലപോലെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്നിട്ടാകുമ്പോൾ അതിലേക്ക് തേങ്ങയിട്ട് പിന്നെയും അങ്ങ് ഇളക്കുക. പിന്നെന്താ വേണ്ടത് വെച്ചാൽ മുട്ടയില്ലേ, 2 മുട്ട എടുത്ത് പൊട്ടിച്ചിടുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുരുമുളക് പൊടി നല്ലപോലെ ഇളക്കുക. ഇങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് സമയം നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് മുട്ട നന്നായി വെന്ത് വന്നാൽ നമ്മുടെ മുരിങ്ങ വറവ് റെഡിയാണ്. മുരിങ്ങ വറവല്ല, മുരിങ്ങപ്പൂ വറവ് റെഡിയാണ്. അപ്പോൾ ആർക്കെങ്കിലും മുരിങ്ങപ്പൂ കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് വിതറിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. സാധനം റെഡിയാണ്.